നമ്മള് ഇന്ന് വയനാട് റാഹില മാഡത്തിന്റെ അടുത്താ വന്നേക്കണേ. ഞാൻ ഇവിടുന്നാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കണതൊക്കെ പഠിച്ചത്. നെയ്യ് ഉണ്ടാക്കണ ഒരുപാട് സംശയങ്ങൾ നെയ്യിലാണ് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളത്. അപ്പൊ അതിന്റെ ഒരു സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ റാഹില മാഡത്തിനോട് തന്നെ ചോദിക്കാം. PhD എടുത്തതാണ് മുപ്പത്തേര് നെയ്യിന്റെ കാര്യത്തില്. അപ്പൊ മാഡത്തിനോട് തന്നെ ചോദിച്ചിട്ട് അതിന്റെ കാര്യങ്ങള് നമുക്ക് ക്ലിയർ ആക്കാം. ഒന്ന് രണ്ട് ലെയറായിട്ട് നെയ്യ് നിക്കണീന്റെ ഒരു ഇതാണുള്ളത്. എല്ലാവർക്കും സംശയമാണ്, രണ്ട് ലെയറായിട്ട് നിക്കാണ്, അടിയിൽ കട്ടായിട്ടും മുകളിലും ഓയിലായിട്ട് നിക്കുക. അപ്പൊ അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് കുറെ ആൾക്കാരെ സംശയം. അപ്പൊ അതിനെ കുറിച്ചാണ് ആദ്യം. നമ്മുടെ നെയ്യ് എന്ന് പറയുന്നത് അത് പശുവിൻ നെയ്യ് ആയാലും എരുമ നെയ്യ് ആയാലും ഒക്കെ 99.5% അതിൽ ഫാറ്റ് ആണുള്ളത്. മിൽക്കിനകത്തുള്ള ഫാറ്റിന്റെ മൊത്തത്തിലുള്ള ഇതാണ് നെയ്യിലുണ്ടാവുക. ബാക്കി 0.5% മാത്രമേ വെള്ളവും ബാക്കി ഖരവസ്തുക്കളൊക്കെ അതിലുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാറ്റി ആസിഡുകൾ കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഓരോ ഫാറ്റി ആസിഡിനും അതിന് ഓരോ ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ആവുക, അതായത് അത് ദ്രാവകാവസ്ഥയിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഈ നെയ്യ് വെക്കുന്ന സ്ഥലത്തിന്റെ ടെമ്പറേച്ചർ, അവിടുത്തെ ഊഷ്മാവ് അനുസരിച്ചിട്ടാണ് ഈ നെയ്യ് ഖരായിട്ട് നിൽക്കണോ ദ്രാവകമായിട്ട് നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ ഫ്രിഡ്ജിൽ നെയ്യ് വെക്കുകയാണെങ്കിൽ തണുത്തൊരു ടെമ്പറേച്ചർ ആണ്, 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ അത് മൊത്തത്തിൽ സോളിഡ് ഖരായിട്ടാണ് ഉണ്ടാവുക. കാരണം എല്ലാ ഫാറ്റി ആസിഡും ആ ഒരു ടെമ്പറേച്ചറിൽ ഖരാവസ്ഥയിലാണ് നിൽക്കുക. ഇനി നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് 40 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി ആകുമ്പോൾ എല്ലാം ദ്രാവകാവസ്ഥയിലോട്ട് വരും, എല്ലാം മെൽറ്റ് ആവും. അതിന്റെ ഇടയിലുള്ള ഒരു ടെമ്പറേച്ചർ ഒരു 40ന്റെയും ഒരു 30 20 ആ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ പകുതി ഖരം പകുതി ദ്രാവകമായിട്ട് മാറും. അതാണ് നമ്മുടെ കുപ്പിയിൽ പകുതി വെള്ളവും പകുതി ഖരാവസ്ഥയിലും നെയ്യ് വരുന്നത്. അതൊന്നും മായത്തിന്റെ കാര്യമില്ല അവിടെ. നമ്മൾ വെക്കുന്ന ആ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് അതിലെ ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും മാറുന്നത്. പിന്നുള്ളത് മായം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ചോദിക്കണോലുണ്ട്. ഇതില് മായം ഉണ്ടോ, അല്ലെങ്കിൽ നല്ലതാണോ, പുറത്തുനിന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതില് മായം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് എങ്ങനെ മായം കണ്ടുപിടിച്ചാൻ പറ്റുമോ കാര്യങ്ങള് ഒന്ന്. മായം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വീടുകളിൽ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഓയിലും ഫാറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വെളിച്ചെണ്ണ ആയാലും പാം ഓയിൽ ആയാലും ഒക്കെ എല്ലാത്തിലും ഫാറ്റി ആസിഡ് ആണ് ഉള്ളത്. അപ്പൊ അത് ആഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് വീടുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് കെമിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ലാബുകളിൽ കൊടുത്താലേ നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നെയ്യ് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ള കളറ് വരലുണ്ട് അടിഭാഗം ഒക്കെ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. രണ്ട് കളറല്ല, അടിഭാഗം വെള്ള കളർ മെഴുക് പോലെ വരും ചില സമയത്ത്. അപ്പൊ അത് എന്താണ് എന്നുള്ളത് മാഡത്തിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. അത് നെയ്യ് കേട് വന്നതിന്റെ ഒരു തെളിവാണ്. അതായത് ഫാറ്റ് ആണല്ലോ, അപ്പൊ കുറെ കാലം ഇരിക്കുമ്പോൾ അതിലുള്ള ഫാറ്റിന് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ചേഞ്ച് അവിടെ നടക്കും. അപ്പം അതിന് സാധാരണ ഇപ്പൊ പശുവിന്റെ പാലിന്റെ നെയ്യാണെങ്കിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്, എരുമപ്പാലാണെങ്കിൽ വേറൊരു യെല്ലോ, അത്രയും ഒരു ഗോൾഡൻ യെല്ലോ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് യെല്ലോ കളർ ആയിരിക്കും. അപ്പൊ ഈ ഓക്സിഡേഷൻ നടക്കുമ്പം അതിനകത്തുള്ള കരോട്ടീൻ എന്ന് പറയുന്ന ഒരു എന്താണ് കളർ കൊടുക്കുന്ന ഒരു കെമിക്കലാണുള്ളത്. സബ്സ്റ്റൻസ്, കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല, പശുവിന്റെ പാലിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അതിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ആ കളർ അങ്ങ് മാറിപ്പോവും. അതാണ് അത് വെള്ള കളറിലോട്ട് മാറുന്നത്. ആ നെയ്യ്ക്ക് ആ ആദ്യത്തെ ഫ്രഷ് നെയ്യിന്റെ ഒരു മണമോ ഗുണമോ ഒന്നും ഉണ്ടാവില്ല. അത് കേടുവന്ന നെയ്യ് തന്നെയാണ്. അത് നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ അതിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത് വരാനുള്ള കാരണം ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു 0.5% മാത്രമേ അതിൽ മോയ്സ്ചർ പാടുള്ളൂ, വെള്ളം പാടുള്ളൂ. അപ്പൊ ആ മോയ്സ്ചറിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയ നെയ്യിൽ കുറച്ചധികം മോയ്സ്ചർ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നെയ്യ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ സൂര്യപ്രകാശം കാരണം ഓക്സിഡേഷൻ നടക്കാം. പിന്നെ ചൂടുള്ള കണ്ടീഷനിൽ ഇപ്പൊ അടുപ്പിനടുത്ത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ കാരണം ഓക്സിഡേഷൻ നടക്കാം. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. വെള്ള കളർ ആയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വെള്ള കളറ് നമ്മള് ചൂടാക്കുന്ന സമയത്ത്, നമ്മള് ചട്ടിയിലിട്ട് ചൂടാക്കുന്ന സമയത്തും വെള്ളം കൂടുതൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വെള്ള കളറ് മെഴുക് പോലെ തന്നെ വരുന്നത്. അപ്പൊ ചൂടാവൂല, പിന്നീട് വെള്ള കളറായി കഴിഞ്ഞാല് ചൂടാവൂല. അങ്ങനത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്.
അത് അധികം ഇരുന്ന് കേടായ നെയ്യ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള നെയ്യ് പിന്നെ നമ്മൾ ചൂടാക്കാനല്ല ഒന്നിനും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്.